everyone, welcome to Exam Point. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററായ സ്റ്റാറ്റിസ്റ്റിക്സ് സ്ഥിതിവിവര കണക്ക് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ എല്ലാവരും ചാപ്റ്റർ പഠിക്കാൻ റെഡിയല്ലേ? വളരെ രസകരമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണിത്. നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷനായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. അപ്പോൾ മിസ് എപ്പോഴും പറയുന്ന പോലെ നമ്മൾ മാത്സ് പഠിക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾക്ക് പുറമെ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉൾപ്പെട്ടിട്ടുള്ള എക്സാം പോയിന്റ് എന്ന് പറയുന്ന ബുക്ക് ഉപയോഗിച്ച് പഠിക്കുന്നത് എക്സാമിന് നല്ലൊരു സ്കോർ കരസ്ഥമാക്കാൻ നിങ്ങളെ തീർച്ചയായും സഹായിക്കും. അപ്പോൾ ഒട്ടും തന്നെ വൈകാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ? ചാപ്റ്റർ 11 സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ മിസ് ക്ലാസ് തുടങ്ങണേക്കാളും മുൻപ് പറഞ്ഞു നമുക്ക് റിയൽ ലൈഫ് സിറ്റുവേഷനായിട്ട് വളരെ ബന്ധപ്പെടുത്തി പഠിക്കാവുന്ന ഒരു ചാപ്റ്ററാണ് എന്ത്? സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ സ്കൂളുകളിൽ മെഡിക്കൽ ഫണ്ടിലേക്ക് പൈസ ഡൊണേറ്റ് ചെയ്യാറുണ്ടല്ലേ? അപ്പോൾ അങ്ങനെ വരുന്ന ഒരു കണക്കാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. ബാർ ഗ്രാഫ്സ്. അതായത് നമ്മൾ 10th ചാപ്റ്ററിൽ എന്താ പഠിച്ചേ? നമ്മൾ മാത്സിൽ നമ്പേഴ്സിന് പകരം എന്ത് യൂസ് ചെയ്യാമെന്ന് പഠിച്ചു? ലെറ്ററുകൾ യൂസ് ചെയ്യാമെന്ന് പഠിച്ചല്ലേ? ഇവിടെ നമ്മൾ നമ്പേഴ്സ് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ബാർസ് അല്ലെങ്കിൽ ചതുരങ്ങൾ. എങ്ങനെയാണ് നമുക്കത് വരയ്ക്കാൻ പറ്റുന്നത്, എങ്ങനെയാണ് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നത് എന്നൊക്കെ നോക്കാം. ഓക്കെ, ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സീ ദ ബാർ ഗ്രാഫ് ഷോവിങ് ദ എമൗണ്ട് ഓഫ് മണി ഈച്ച് ക്ലാസ് ഇൻ എ സ്കൂൾ ഡൊണേറ്റഡ് ടു ദ മെഡിക്കൽ എയ്ഡ് ഫണ്ട്. നോക്കിക്കേ, ഇതാണ് നമ്മുടെ ബാർ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, ബാർ ഗ്രാഫിൽ 2 ആക്സിസ് കാണാം അല്ലേ? ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ആക്സിസ്, ഈ ആക്സിസിന് നമ്മൾ പറയുന്നതാണ് എക്സ് ആക്സിസ്. അതേപോലെ തന്നെ ഒരു വെർട്ടിക്കൽ ആയിട്ടൊരു ലൈനും കാണാമല്ലോ, ഇതിനാണ് നമ്മൾ വൈ ആക്സിസ് എന്ന് പറയുന്നത്. നമ്മുടെ എക്സ് ആക്സിസിലാണ് എന്ത് തന്നിരിക്കുന്നത്? ക്ലാസ്സുകൾ തന്നിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ 5ാം ക്ലാസ് ഉണ്ട്, 6ാം ക്ലാസ് ഉണ്ട്, 7ാം ക്ലാസ് ഉണ്ട്. 5ാം ക്ലാസ്സിൽ തന്നെ 5A ഉണ്ട്, 5B ഉണ്ട്. അതേപോലെ തന്നെ 6ാം ക്ലാസ്സിലും എയും ബിയും ഡിവിഷൻ ഉണ്ട്, 7ാം ക്ലാസ്സിലും AB ഡിവിഷൻ ഉണ്ട്. ഇനി ഇതിൽ വൈ ആക്സിസിൽ തന്നിരിക്കുന്ന വാല്യൂസ് ആണ് എന്തെന്ന് പറയുന്നത്? അവർ കളക്ട് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ മെഡിക്കൽ ഫണ്ടിലേക്ക് അവർ കളക്ട് ചെയ്ത എമൗണ്ട് എങ്ങനെയാണ് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്? 0, 50, 100, 150, 200, 250. ഇവിടെ നമുക്കൊരു പ്രത്യേകത കാണാമല്ലോ, ഒരു കൃത്യം ഒരേ നമ്പറാണ് ആഡ് ചെയ്ത് പോയിരിക്കുന്നത് അല്ലേ? ഇപ്പോൾ 0ൽ നിന്നും 50 കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് എഴുതിയിരിക്കുന്നത്? 50 എഴുതിയിരിക്കുന്നത്. അതിൽ നിന്നും 50 കൂട്ടുമ്പോഴല്ലേ 100 കിട്ടുക. അതേപോലെ തന്നെ 100ൽ നിന്നും 50 കൂട്ടുമ്പോഴല്ലേ 150 വരുന്നത്. അപ്പോൾ നമ്മൾ വൈ ആക്സിസിൽ മാർക്ക് ചെയ്യുന്ന നമ്പേഴ്സ് തമ്മിൽ എന്താ ബന്ധമുള്ളത്? അതായത് സെയിം നമ്പർ വെച്ച് ആഡ് ചെയ്ത് പോകണം. അതായത് അതിൻ്റെ ഇടയിലുള്ള ഡിഫറൻസ് എങ്ങനെയായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഇനി നോക്കിക്കേ, എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? 5A എന്ന് പറയുന്ന ക്ലാസ്സിലെ കുട്ടികൾ എത്ര എമൗണ്ട് കളക്ട് ചെയ്തിട്ടുണ്ട്? അത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ ടോപ്പുള്ള ലെവലും വൈ ആക്സിസിലെ വാല്യൂം നോക്കാം. അപ്പോൾ നോക്കിക്കേ, 5Aയിലെ കുട്ടികൾ എത്ര കളക്ട് ചെയ്തു? 600. അപ്പോൾ ഞാനിവിടെ എടുത്ത് എഴുതാണ്, 5Aയിലെ കുട്ടികൾ 600 റുപ്പീസാണ് കളക്ട് ചെയ്തത്. ഇനി 5Bയിൽ എത്രയാണ്? ഞാൻ ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ എത്രയാ? 5Bയിൽ എത്രയാണ് അളവ്? എത്ര എമൗണ്ട് കളക്ട് ചെയ്തു? 750 റുപ്പീസാണ് 5Bയിലെ കുട്ടികൾ കളക്ട് ചെയ്തത്. ക്ലിയർ ആയോ? ഇനി നമുക്ക് ഇതേപോലെ 6Aയും 7Aയും എഴുതിക്കൂടെ? 6Aയിലെ കുട്ടികൾ കളക്ട് ചെയ്ത എമൗണ്ട് എത്രയാണ്? അതും എത്രയാണ്? നമ്മളിങ്ങനെ ഡയറക്റ്റ് ആയിട്ട് നേരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് എത്ര തന്നെ കിട്ടുന്നത്? 600 റുപ്പീസ്. ക്ലിയർ ആയോ? 6Bയിൽ എത്രയാണ് വരുന്നത്? 6Bയിൽ കുറവാണ്. എത്രയാണ്? സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് വരച്ച് നോക്കുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 400 റുപ്പീസ്. ക്ലിയർ ആയോ? ഓക്കെ, അതേപോലെ നമുക്ക് 7B എഴുതാം, 7A എഴുതാം. എത്രയാണ് 7Aയിൽ ഇതേപോലെ എഴുതുമ്പോൾ എത്രയാണ് വരുന്നത്? 800. 7Bയിൽ എത്രയാണ് വരുന്നത്? 700. അപ്പോൾ ബാർ ഗ്രാഫിൽ നമുക്ക് അളവ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ ബാർ ഗ്രാഫിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെവലിലുള്ള വൈ ആക്സിസിൽ വരുന്ന വാല്യൂ എഴുതിയാൽ മതി. ഇവിടെ നോക്കിക്കേ, നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിച്ചൂടെ ഏറ്റവും കൂടുതൽ എമൗണ്ട് കളക്ട് ചെയ്തത് ഏത് ക്ലാസ്സാ? ഏറ്റവും കൂടുതൽ എമൗണ്ട് കളക്ട് ചെയ്ത് ഏത് ക്ലാസ്? ഇതിൽ നോക്കിയേ, 600, 750, 600, 400, 800, 700. ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത ആരാ? 7Aയിൽ പഠിക്കുന്ന കുട്ടികളാണ് ഏറ്റവും കൂടുതൽ എമൗണ്ട് കളക്ട് ചെയ്തത്. ഏറ്റവും കുറവ് എമൗണ്ട് കളക്ട് ചെയ്ത ആരാ? 6Bയിലെ കുട്ടികളാണല്ലേ. അതായത് എത്ര രൂപയാ? 400 രൂപയാണ് 6Bയിലെ കുട്ടികൾ കളക്ട് ചെയ്തത്. അപ്പോൾ നമുക്കൊരു ബാർ ഗ്രാഫ് യൂസ് ചെയ്ത് സിമ്പിളായിട്ട് എന്ത് കണ്ടുപിടിക്കാം? ആരാണ് കൂടുതൽ കളക്ട് ചെയ്തത്, ആരാണ് കുറവ് കളക്ട് ചെയ്തത്, ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്നത് ആരാണ്, അങ്ങനെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ബാർ ഗ്രാഫ് എന്താണെന്ന് ക്ലിയർ ആയോ? ഓക്കെ,
അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രോബ്ലം വഴി എന്താണ് ബാർ ഗ്രാഫ് എന്ന് പരിചയപ്പെട്ടല്ലേ. ഇനി ബാർ ഗ്രാഫിന്റെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. എല്ലാവരും റെഡി അല്ലേ? എന്താ നമ്മുടെ ചോദ്യം? ദ ടേബിൾ ബിലോ ഷോസ് നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ ഈച്ച് ക്ലാസ് ഇൻ എ സ്കൂൾ. അതായത് ഒരു സ്കൂളിലെ ഓരോ ക്ലാസ്സിലെയും കുട്ടികളുടെ എണ്ണമാണ് തന്നിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, 5ാം ക്ലാസ്സിൽ എയിൽ എത്ര പേരുണ്ട്? 25 കുട്ടികളുണ്ട്. 5Bയിൽ 30 കുട്ടികളുണ്ട്. 6Aയിൽ 30 കുട്ടികളുണ്ട്. 6Bയിൽ 20 ചിൽഡ്രൻസ് ഉണ്ട്. 7Aയിൽ 40, 7Bയിൽ 35. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് ഒരു ടോട്ടൽ നമ്പർ തന്നിട്ടുണ്ടല്ലോ. അതായത് മൊത്തം കുട്ടികളുടെ എണ്ണം എത്രയാ? 180. നമ്മുടെ അടുത്ത് എന്താ വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഒരു ബാർ ഗ്രാഫ് വരയ്ക്കണം അല്ലേ. നമുക്ക് ടേബിള് തന്നിട്ടുണ്ട്. നമുക്ക് എങ്ങനെ ബാർ ഗ്രാഫ് വരയ്ക്കാമെന്ന് നോക്കാം. നോക്കിക്കേ, ഇതാണ് നമ്മുടെ ബാർ ഗ്രാഫ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ അളവ് വെച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെ വരും? 5Aയിൽ എത്രയായിരുന്നു? 25 ആയിരുന്നു അല്ലേ. ഇവിടെ നോക്കിക്കേ, 5Aയിൽ 5Aയിൽ എത്രയാണ്? 25. കറക്റ്റ് അല്ലേ ബാർ ഗ്രാഫിൽ വരച്ചിരിക്കുന്നത്? അപ്പോൾ നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത് എന്താ? ആദ്യം നമ്മൾ എക്സ് ആക്സിസ് വരയ്ക്കണം അല്ലേ. ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കണം. അതേപോലെ തന്നെ വൈ ആക്സിസ് വരയ്ക്കണം അല്ലേ. ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കണം. വൈ ആക്സിസിൽ എന്ത് ചെയ്യണം? നമ്മൾ ഓരോരോ നമ്പേഴ്സ് റെപ്രസെന്റ് ചെയ്യണം. എങ്ങനെയാണ് ഈ നമ്പേഴ്സ് എഴുതാം? നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ നോക്കിക്കേ, 25, 30, 30, 20, 40, 35. നോക്കിക്കേ, ഏത് ടേബിളിലാണ് ഈ എല്ലാ നമ്പറും വരുന്നത്? 5ന്റെ ടേബിളിൽ വരുന്നുണ്ടല്ലേ. ഈ എല്ലാ നമ്പറും നമുക്ക് എവിടെ കാണാം? 5ന്റെ ടേബിളിൽ കാണാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ എപ്പോഴും നമ്മൾ കൊടുക്കുന്ന നമ്പർ ഏതാണ്? 0. നമ്മളുടെ സ്റ്റാർട്ടിംഗ് നമ്പർ എത്രയാണ്? 0. 0, 5, 10, 15, 20, 25, 30, 35, 40, 45. ക്ലിയർ ആയോ? ഇനിയാണ് നമ്മൾ ബാർ ഗ്രാഫ് വരയ്ക്കുന്നത്. ഫസ്റ്റ് 5A ആയിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എന്ത് കൊടുത്തു? താഴെ എക്സ് ആക്സിസിൽ എന്ത് കൊടുത്തു? 5A എന്ന് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മളൊരു റെക്റ്റാങ്കുലർ ബോക്സ് അല്ലെ, ഒരു ബാർ ഗ്രാഫ് ആയിട്ട് എന്ത് വരച്ചു? ബാർ ആയിട്ട് എന്ത് വരച്ചു? 5Aയുടെ 25 നമ്പർ എന്ന് കാണിക്കാനായിട്ട് അതിൻ്റെ ടോപ്പ് മോസ്റ്റ് ലെവലിലെ അളവ് എത്രയാണ്? 25 വരെ വരച്ചു. ഇനി അടുത്തത് 5Bയുടെ അളവ് എത്രയാണ്? 30 ആണല്ലേ. നമുക്ക് എങ്ങനെ വരയ്ക്കാം? 5B എന്ന് നെയിം കൊടുത്തു. ഇനി എവിടെ വരെ നമ്മൾ വരയ്ക്കണം ബാർ ഗ്രാഫ് വരയ്ക്കുമ്പോൾ? 30 അല്ലേ. ഇവിടെയാണ് നമ്മുടെ വൈ ആക്സിസിൽ 30 കിടക്കുന്നത്. നോക്കിക്കേ, 30 അല്ലേ. ക്ലിയർ ആയോ? അതേപോലെ 6Aയിൽ എത്രയാണ് വന്നിരിക്കുന്നത്? അതും എത്രയാണ്? 30 ആണ്. 6Bയിൽ എത്രയാണ്? ഇവിടെ നോക്കിക്കേ, 6Bയിൽ എത്രയാണ്? 20 ആണ്. 7Aയിൽ എത്രയാണ്? 40 ആണല്ലേ. 7Bയിൽ എത്രയാണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അത് എത്രയാണ്? 35. അപ്പോൾ നമുക്ക് ഇവിടെ ബാർ ഗ്രാഫിൽ അളവ് മനസ്സിലായോ? നമ്മുടെ അളവുകൾ എവിടെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്? വൈ ആക്സിസിൽ. ക്ലാസ്സുകൾ അടയാളപ്പെടുത്തുന്നത് എവിടെയാണ്? നമ്മുടെ എക്സ് ആക്സിസിൽ. ക്ലിയർ ആയോ? ഇനി നോക്കിക്കേ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. വിച്ച് ക്ലാസ് ഹാസ് ഹയസ്റ്റ് ആവറേജ്? ഏത് ക്ലാസ്സിനാണ് ഏറ്റവും ഹയസ്റ്റ് ആവറേജ് വന്നിരിക്കുന്നത്? ഏതാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്? ഏതാണ്? 40 അല്ലേ. നമുക്ക് ഈ ബാർസ് നോക്കുമ്പോൾ മനസ്സിലാവും ഏറ്റവും ഹൈറ്റ് ഉള്ളത് ഏതാ? 7A. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 7A. ക്ലിയർ ആയോ? ആൻഡ് ദ ലോവസ്റ്റ്, ഇതിൽ ലോവസ്റ്റ് ഏതാണ്? നമുക്ക് ഈ ബാർ ഗ്രാഫ് നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ ഇതിന് ഹൈറ്റ് കുറവ്. ഏതിനാണ്? 6B. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 6B. ക്ലിയർ ആയോ? ഇനി നോക്കിക്കേ, നമുക്ക് ഡ്രോ എ ബാർ ഗ്രാഫ് ടു ഷോ ദിസ് ആവറേജ്. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഇൻസ്റ്റന്റ് ബോക്സും സ്കെയിലും പെൻസിലും യൂസ് ചെയ്ത് എന്ത് വരയ്ക്കുക? ഈ ബാർ ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കുക. ക്ലിയർ ആയോ? എങ്ങനെയാണ് ബാർ ഗ്രാഫ് നോക്കി അളവുകൾ രേഖപ്പെടുത്തുന്നതെന്ന് മനസ്സിലായോ? ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ബാർ ഗ്രാഫ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നമുക്കൊരു ബാർ ഗ്രാഫ് വരച്ച് നോക്കിയാലോ? എല്ലാവരും റെഡി അല്ലേ? അപ്പോൾ എല്ലാവരും സ്കെയിലും പെൻസിലും നിങ്ങളുടെ നോട്ട്ബുക്കൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുക. നമുക്കൊരു ബാർ ഗ്രാഫ് വരച്ച് നോക്കാം. എന്താ നമ്മുടെ ചോദ്യം? ഇൻ എ ക്ലാസ് 20 children got A grade, 50 got B grade, 20 got C grade, 50 got D grade and 5 got E grade. Draw a bar graph showing this. അതായത് 6ാം ക്ലാസ്സിലെ കുട്ടികളുടെ ABCDE ഗ്രേഡ് കിട്ടുന്ന കുട്ടികളുടെ എണ്ണം തന്നിട്ടുണ്ടല്ലേ. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ഒരു ബാർ ഗ്രാഫ് വരയ്ക്കണം അല്ലേ. നോക്കാം നമുക്ക് എങ്ങനെ ബാർ ഗ്രാഫ് വരയ്ക്കാമെന്ന്. ഓക്കെ, ക്ലാസ് 6 ആയിരുന്നു. നമുക്ക് ആദ്യം വാല്യൂസ് എഴുതി വെക്കാം. A ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണം എത്രയായിരുന്നു? 20. ബി ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണം 50. സി ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണം 20. ഡി കിട്ടിയത് 15. ഇ ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണം 5. ഇതാണ് നമ്മുടെ വാല്യൂസ്. നമുക്കിനി എന്ത് വരയ്ക്കണം? ബാർ ഗ്രാഫ് വരയ്ക്കണം. എങ്ങനെ വരയ്ക്കാം ഒരു ബാർ ഗ്രാഫ്? നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്? നമുക്ക് ലൈൻസ് വേണമല്ലേ. നമുക്കൊരു എക്സ് ആക്സിസ് വേണം. അപ്പോൾ ഒരു ഹൊറിസോണ്ടലായിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ എക്സ് ആക്സിസ് വരച്ചു. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം?
ഒരു y ആക്സിസ് വേണം അല്ലേ? ഇതാണ് നമ്മുടെ y ആക്സിസ്, വെർട്ടിക്കൽ ആയിട്ട് വരയ്ക്കുന്ന y ആക്സിസ്. ക്ലിയർ ആയോ? എക്സും വൈയും ആക്സിസ് വരച്ചോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? വാല്യൂസ് എഴുതണം അല്ലേ? ഫസ്റ്റത്തെ വാല്യൂ ഏതാ? നമ്മുടെ എക്സും വൈയും ജോയിൻ ചെയ്ത ആ മീറ്റിംഗ് പോയിന്റിലെ വാല്യൂ ഏതാണ്? 0, 0ആണ്. ഇനി നമുക്ക് എന്ത് എഴുതാം? നമ്മുടെ വാല്യൂസിന്റെ പ്രത്യേകത നോക്കിയേ. 20, 50, 20, 55. നമുക്ക് എളുപ്പത്തിൽ ഏത് വാല്യൂ എടുക്കുന്നതായിരിക്കും എളുപ്പം? 10 എടുക്കാം അല്ലേ? 10, 20, 30, 40, 50. ഓക്കെ, 10, 20, 30, 40, 50 എന്ന രീതിയിൽ എന്ത് ചെയ്തു? y ആക്സിസിലെ വാല്യൂസ് മാർക്ക് ചെയ്തു. ഇനി x ആക്സിസിൽ എന്താ നമ്മൾ മാർക്ക് ചെയ്യുക? ഏതാണ് ഗ്രേഡ് എന്നല്ലേ? നമുക്ക് എയുടെ വരയ്ക്കാം ആദ്യം. എ. അപ്പോൾ എ ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണം എത്രയാ? 20 ആണല്ലേ? നമുക്ക് എങ്ങനെയാ വരയ്ക്കേണ്ടത്? ഇവിടെയാണ് നമ്മുടെ ടോപ്പ് ലെവൽ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് വരയ്ക്കാം? എയിൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഓക്കെ, ഇതാണ് എന്ത്? എ ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണം എത്രയാണ്? 20. ഇനി നമുക്ക് എന്ത് വരയ്ക്കണം? ബി ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണം എത്രയാണ്? 50. എങ്ങനെ വരയ്ക്കാം? നമുക്ക് ബി ഗ്രേഡ് എന്ന് മാർക്ക് ചെയ്യാം. അതുകൊണ്ട് എന്ത് ചെയ്യാം? ബാർ ഗ്രാഫ് വരയ്ക്കാം അല്ലെ? ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. എങ്ങനെ വരയ്ക്കാം? എത്രയാണ് വാല്യൂ? 50 ആണല്ലേ? ഏറ്റവും ടോപ്പ് ലെവലാണ്. അപ്പോൾ നമ്മൾ ടോപ്പിക്ക് 50ലേക്ക് വരച്ചു. ക്ലിയർ ആയോ? നോക്കിയേ, ഇവിടെ അപ്പോൾ നമ്മൾ എ ഗ്രേഡ് വരച്ചു, ബി ഗ്രേഡ് വരച്ചു. ഇനി നമുക്ക് എന്ത് വരയ്ക്കണം? സി ഗ്രേഡ് വരയ്ക്കണം അല്ലേ? അപ്പോൾ നമ്മൾ സി മാർക്ക് ചെയ്തു. ഇനി നമുക്ക് സി ഗ്രേഡ് വരയ്ക്കാം. സി എത്രയാണ്? 20 ആണ് സി ഗ്രേഡ്. ഓക്കെ, സി ഗ്രേഡ് വരച്ചു. ഇനി ഡി. ഡി എത്രയാണ്? 15 ആണല്ലേ? 15 എന്ന് പറയുന്ന വാല്യൂ നമ്മുടെ y ആക്സിസിൽ ഉണ്ടോ? ഇല്ല. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഇതിന്റെ നടുവിൽ വരുന്ന, അതായത് 0ക്കും 10ലും സെൻട്രലിൽ വരുന്നത് ഏതായിരിക്കും? 5 ആയിരിക്കും. ഇതിന്റെ സെൻട്രലിൽ വരുന്ന ഏതായിരിക്കും? 15 ആയിരിക്കും. നമുക്കറിയാലോ 5, 15, 25, 35, 45 ഒക്കെ എന്തായിരിക്കും? ഇതിന്റെ മിഡ് പോയിന്റ്സ് ആയിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് 15 എങ്ങനെ വരയ്ക്കാം? ഡി എന്ന് പറയുന്നത് 15. നോക്കിക്കേ, 15 വരച്ചത് ശരിയായിട്ടില്ലേ? കണ്ടോ, ഡിയുടെ ടോപ്പ് ലെവൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15. ഓക്കെ, ഇനി നമുക്ക് ഇ വരയ്ക്കാം. ഇ ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണം എത്രയാണ്? 5 ആണല്ലേ? എവിടെയാണ് നമ്മുടെ 5 വരുന്നത്? ഈ 0യുടെയും 10ന്റെയും സെന്റർ പോയിന്റ് ആണ് എന്ത്? 5 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എവിടെയാണ് ഇ വരുന്നത്? ഇ വരേണ്ടത് ഓക്കെ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന രീതിയിൽ എ, ബി, സി, ഡി, ഇ ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ ബാർ ഗ്രാഫ് നമ്മൾ വരച്ചു. ക്ലിയർ ആയോ എങ്ങനെയാണ് ബാർ ഗ്രാഫ് വരയ്ക്കുന്നത്? അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യന്റെ ബാർ ഗ്രാഫ് വരച്ചു. എല്ലാവരും പഠിച്ചോ ബാർ ഗ്രാഫ് വരയ്ക്കാൻ? ഓക്കെ, അപ്പൊ നമ്മൾ ബാർ ഗ്രാഫ് എന്താന്ന് കണ്ടല്ലേ? എങ്ങനെയാണ് ബാർ ഗ്രാഫിന്ന് വാല്യൂസ് നമ്മൾ മനസ്സിലാക്കുക, എങ്ങനെ ഒരു ബാർ ഗ്രാഫ് വരയ്ക്കുക എന്നൊക്കെ പഠിച്ചല്ലേ? ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് ഡബിൾ ബാർ. അപ്പൊ എന്തായിരിക്കും ഡബിൾ ബാർ എന്ന് പറയുന്നത്? നമുക്കൊന്ന് നോക്കാം. നോക്കിക്കേ, ഇതാണ് ഡബിൾ ബാർ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, ബാർ ഗ്രാഫിൽ നിന്നും എന്ത് പ്രത്യേകതയാണ് ഇവിടെ ഉള്ളത്? ഇവിടെ എന്താണ് പ്രത്യേകത? ഒരു ബാറിന് പകരം എത്ര ബാർ അടുപ്പിച്ച് വരുന്നുണ്ട്? 2 ബാർസ് അടുപ്പിച്ചടുപ്പിച്ച് വരുന്നുണ്ട് അല്ലെ? 2 ചതുര കട്ടകൾ അടുപ്പിച്ചടുപ്പിച്ച് വരുന്നുണ്ട്. ഇവിടെ നോക്കിക്കേ, താഴെ നമുക്ക് എക്സ് ആക്സിസിൽ തന്നിരിക്കുന്ന ഡേറ്റുകളാണ്. 1-ാം തീയതി, 2-ാം തീയതി, 3-ാം തീയതി, 4-ാം തീയതി, 5-ാം തീയതി. ഓരോ ഡേറ്റിലും പ്രസന്റ് ആയ ബോയ്സിന്റെയും ഗേൾസിന്റെയും എണ്ണമാണ് നമുക്ക് y ആക്സിസിൽ തന്നിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്കൊരു ഹിന്റ് തന്നിട്ടുണ്ട്. എന്താണ്? ഈ ഒരു കളർ കൊടുത്തിരിക്കുന്നതാണ് എന്ത്? ബോയ്സ് എന്ന് പറയുന്നത്. ഡാർക്ക് ബ്രൗൺ കളർ കൊടുത്തിരിക്കുന്നതാണ് എന്ത്? നമ്മുടെ ഗേൾസിന്റെ എണ്ണം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഡബിൾ ഗ്രാഫ് എന്ന് പറയുന്നത്? ഡബിൾ ബാർസ് എന്ന് പറയുന്നത് എന്താണ്? 2 ബാർ അടുപ്പിച്ചടുപ്പിച്ച് വരുന്നത്. നമുക്ക് ബോയ്സിന്റെയും ഗേൾസിന്റെയും എണ്ണമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി നോക്കിക്കേ, നമുക്ക് ഇത് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ഫില്ല് ചെയ്യണം? ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്യണം. നോക്കിയേ, ഈ ബാർ ഗ്രാഫിൽ നിന്നും നമുക്ക് വാല്യൂസ് എടുത്തിട്ട് ഈ ടേബിൾ ഫില്ല് ചെയ്യണം. എങ്ങനെ ഫില്ല് ചെയ്യാം? നമുക്കിതൊന്ന് ഫില്ല് ചെയ്ത് നോക്കാം. ഓക്കെ, 1, 6, 15 1-ാം തീയതി പ്രസന്റ് ആയ ബോയ്സിന്റെ എണ്ണം എഴുതണം, ഗേൾസിന്റെ എണ്ണം എഴുതണം, അതേപോലെ തന്നെ എന്തും എഴുതണം? ടോട്ടൽ നമ്പർ ഓഫ് എഴുതണം അല്ലേ? അപ്പൊ നമുക്ക് ബാർ ഗ്രാഫ് നോക്കാം. ഇവിടെ നോക്കിക്കേ, 1-ാം തീയതി പ്രസന്റ് ആയ ബോയ്സിന്റെ എണ്ണമാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്ക് നോക്കുമ്പോൾ ഇവിടെ എത്ര കിട്ടുന്നത്? 22-നും 24-ന്റെയും ഇവിടെ ആയിട്ടാണല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ അത് എത്രയാ വരാ? 23
3 ആണല്ലേ വരാ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ബോയ്സിന്റെ എണ്ണം എത്രയാണ്? 23. ഇനി ഗേൾസിന്റെ എണ്ണം എത്രയാണ് വന്നിരിക്കുന്നത്? ഗേൾസിന്റെ എണ്ണം ബ്രൗൺ ആണ്. അപ്പൊ ഗേൾസിന്റെ എണ്ണം എത്രയാണ് വന്നിരിക്കുന്നത്? 26. അപ്പൊ നമുക്ക് ബോയ്സിന്റെയും ഗേൾസിന്റെയും എണ്ണം കിട്ടി. 1-ാം തീയതി പ്രസന്റ് ആയിരിക്കുന്ന ബോയ്സിന്റെയും ഗേൾസിന്റെയും എണ്ണം കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ടോട്ടൽ കണ്ടുപിടിച്ചൂടെ? എത്ര വരും? 49 അല്ലേ? 23 + 26 എന്ന് പറയുന്നത് എത്രയാണ്? 49 ആണ്. ഇനി അടുത്തത് 2-ാം തീയതി. 2-ാം തീയതി എങ്ങനെ ഫില്ല് ചെയ്യാം? നോക്കിക്കേ, ബോയ്സും ഗേൾസും സെയിം ലെവലാ. എത്രയാണ് അളവ്? 26. അപ്പൊ 2-ാം തീയതി പ്രസന്റ് ആയ ബോയ്സിന്റെയും ഗേൾസിന്റെയും എണ്ണം എന്താണ്? സെയിം ആണ്. അപ്പൊ 26 + 26 എന്ന് പറയുന്നത് ടോട്ടൽ എത്ര കുട്ടികൾ പ്രസന്റ് ആണ്? 52 സ്റ്റുഡൻസ് പ്രസന്റ് ആണ്. ക്ലിയർ ആയോ? ഇനി നമുക്ക് 3-ാം തീയതിയിൽ ഫില്ല് ചെയ്താലോ? ഇവിടെ നോക്കിക്കേ, നമ്മുടെ ബാർ ഗ്രാഫിൽ 3-ാം തീയതി ഇതാണ്. ഇവിടെ ബോയ്സിന്റെ എണ്ണം എത്രയാണ്? 24-നും 26-നും സെൻട്രൽ ആയിട്ടാണ് വരുന്നത്. അപ്പൊ എത്ര വരുന്നത്? 25. ക്ലിയർ ആയോ? അവിടെ ഗേൾസിന്റെ എണ്ണം എത്രയാണ്? 3-ാം തീയതി ഗേൾസിന്റെ എണ്ണം എത്രയാണ്? നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ നോക്കുമ്പോൾ 22-നും 24-നും ഇടയ്ക്ക്. അപ്പൊ എത്രയായിരിക്കും വാല്യൂ? 23. ടോട്ടൽ എത്രയായിരിക്കും വരുന്നത്? 48. ക്ലിയർ ആയോ? ഇനി 4-ാം തീയതി വരുന്ന ബോയ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 25. ഗേൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 26. എത്രയാണ് വരുന്നത്? 51. ക്ലിയർ ആയോ? ഇനി ലാസ്റ്റ് ഡേ, 5th ഡേ എത്രയാണ്? 5-ാം ദിവസം എത്രയാണ് ബോയ്സിന്റെ എണ്ണം? 28 ആണല്ലേ? 28. ഗേൾസിന്റെ എണ്ണം എത്രയാണ്? 26. ഓക്കെ, ഇവിടെ ടോട്ടൽ എത്രയാണ് വരുന്നത്? 54. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ഈ ടേബിൾ എഴുതുന്നവരെ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഇപ്പോൾ ഈ ടേബിൾ എഴുതിയത് കൊണ്ട് എന്ത് ഹെൽപ്പാണ് കിട്ടുന്നത്? ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഒരാഴ്ചത്തെ അറ്റൻഡൻസ് ആണല്ലേ നമ്മൾ 5 ദിവസത്തെ മൺഡേ, ട്യൂസ്ഡേ, വെൻസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ 5 ദിവസത്തെ പ്രസന്റ് ആയിരിക്കുന്ന കുട്ടികളുടെ എണ്ണമാണല്ലേ ഈ ടേബിളിൽ തന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പ്രസന്റ് ആയിരിക്കുന്ന ദിവസം ഏതാ? ഇതിൽ ഏറ്റവും ടോട്ടൽ കൂടുതൽ ഏതാ? 54 ആണല്ലേ? അതായത് 5-ാം തീയതി പ്രസന്റ് ആയ കുട്ടികളുടെ എണ്ണം എങ്ങനെയാ? കൂടുതലാണ്. ഏറ്റവും കുറവ് കുട്ടികൾ പ്രസന്റ് ആയ ദിവസം എന്നാണ്? ഇതിൽ ഏറ്റവും കുറവ് ഏതാണ്? 48 ആണല്ലേ? അപ്പൊ ആ ദിവസം ഏതാണ്? 3-ാം തീയതി. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം? എത്ര കുട്ടികൾ കൂടുതൽ പ്രസന്റ് ആയിട്ടുണ്ട്, എത്ര കുട്ടികൾ കൂടുതൽ ആബ്സെന്റ് ആയിട്ടുണ്ട് എന്നൊക്കെ പെട്ടെന്ന് നമുക്ക് ഒരു ടേബിൾ വഴി, ഒരു ബാർ ഗ്രാഫ് വഴി നമുക്ക് മനസ്സിലാക്കാം. ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ നമ്മൾ ബാർ ഗ്രാഫ് എന്താണ്, ഡബിൾ ബാർ ഗ്രാഫ് എന്താണെന്ന് പഠിച്ചല്ലേ. ഇനി നമുക്കൊരു ബാർ ഗ്രാഫ് വരച്ച് നോക്കിയാലോ. അപ്പോൾ എല്ലാവരും ജസ്റ്റ് വീഡിയോ മാത്രം കണ്ടിരുന്നാൽ പോരാ, എന്ത് ചെയ്യണം? നിങ്ങൾ നോട്ടും പെൻസിലും സ്കെയിലും വെച്ച് എന്നോടൊപ്പം എന്ത് ചെയ്യണം? ബാർ ഗ്രാഫ് വരയ്ക്കണം. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, എന്താ നമ്മുടെ ചോദ്യം? ദ ടേബിൾ ഷോസ് ദ വേരിയസ് എക്സ്പെൻസ് ഓഫ് ജോർജ് ഫാമിലി ഫോർ ദ ലാസ്റ്റ് മന്ത്. ജോർജിന്റെ വീട്ടിലെ ഏറ്റവും ലാസ്റ്റ് മന്തിൽ ചെലവായ കുറച്ച് എക്സ്പെൻസുകളാണ് തന്നിരിക്കുന്നത്. ഫുഡിന്റെ, ഡ്രസ്സിന്റെ, ട്രാവൽ, എഡ്യൂക്കേഷൻ, മെഡിസിൻ, അതർ എക്സ്പെൻസ്. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് നമുക്കിനി എന്ത് വരയ്ക്കണം? ബാർ ഗ്രാഫ് വരയ്ക്കണം. എല്ലാവരും റെഡി അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ബാർ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഫസ്റ്റ് എന്താണ് വരയ്ക്കുക? നമ്മൾ ആക്സിസുകൾ വരയ്ക്കും അല്ലേ. എക്സ് ആക്സിസ് വരയ്ക്കും, അതേപോലെ തന്നെ എന്ത് വരയ്ക്കും? വൈ ആക്സിസ് വരയ്ക്കും. ഓക്കെ, അപ്പൊ ഞാനിവിടെ എക്സും വൈയും ആക്സിസുകൾ വരച്ചു. ഇനി വാല്യൂസ് എഴുതാം അല്ലേ. 0 ആണ് ഫസ്റ്റത്തെ വാല്യൂ. ഓക്കെ, ഇനി നമുക്ക് നോക്കിയേ, ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസിന്റെ ഒക്കെ പ്രത്യേകത എന്താ? വലിയ വലിയ വാല്യൂസ് ആണല്ലേ. അതായത് ഹൺഡ്രഡ്സുകളാണ് തന്നിരിക്കുന്നത്. ഏറ്റവും ടോപ്പ് വാല്യൂ എന്ന് പറയുന്നത് 2000 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എടുക്കാം വാല്യൂ? ഒരു 200 തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. 200, 400, 600, 800. അടുത്ത ഏതാ വരുന്നത്? 1000, 1200, 1400, 1600, 1800. ഏറ്റവും ലാസ്റ്റ് എന്ത് വരും? 2000. ക്ലിയർ ആയോ? അപ്പം നമ്മൾ വൈ ആക്സിസിലെ വാല്യൂസ് എഴുതി. ഇനി നമുക്ക് എന്ത് മാർക്ക് ചെയ്യണം? ഫുഡിൻ്റെ എക്സ്പെൻസ് മാർക്ക് ചെയ്യണം അല്ലേ ബാർ ഗ്രാഫിൽ. എങ്ങനെ മാർക്ക് ചെയ്യാം? ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എഴുതാം. എന്താണ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത്? ഫുഡാണല്ലേ. ഫുഡ് എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഫുഡിൻ്റെ എത്രയായിരുന്നു വാല്യൂ? 2000 ആയിരുന്നല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2000 വരയ്ക്കാം. എവിടെയാണ്? ഏറ്റവും ടോപ്പിലാണ് 2000 കിടക്കുന്നത്. അപ്പോൾ എങ്ങനെ ബാർ ഗ്രാഫ് വരയ്ക്കാം? 2000. ഓക്കെ, അപ്പോൾ ഫുഡിൻ്റെ എക്സ്പെൻസ് വരുന്ന ബാർ ഗ്രാഫ് നമ്മൾ വരച്ചു. ഇനി അടുത്ത ഏതാണ്?
അടുത്ത ഡ്രസ്സിനാണ്. ഡ്രസ്സിന് എത്രയാണ്? 900 ആണ് എക്സ്പെൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഡ്രസ്സിൻ്റെ വരയ്ക്കാം. നമുക്ക് എഴുതാം ഡ്രസ്. എങ്ങനെ വരയ്ക്കാം? ഡ്രസ്സിൻ്റെ എത്രയായിരുന്നു വാല്യൂസ് വന്നിരിക്കുന്നത്? 900 അല്ലേ? അപ്പം 900 എവിടെയാണ് കിടക്കുന്നത്? ഇവിടെ നോക്കിക്കേ, ഇവിടെ 800ഉം 1000ഉം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലായിരിക്കും ആര് കിടക്കുന്നത്? 900 കിടക്കുന്നത്. അപ്പോൾ നമുക്ക് 900 വരയ്ക്കാം. 900. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ ഡ്രസ്സിൻ്റെ എക്സ്പെൻസ് വരച്ചു. ഇനി നെക്സ്റ്റ് ഏതാണ്? ട്രാവലിൻ്റെ എക്സ്പെൻസ്. ട്രാവലിൻ്റെ എക്സ്പെൻസ് എത്രയാണ്? 400 ആണ്. അപ്പോൾ അടുത്തത് ട്രാവൽ. ഓക്കെ, നമ്മുടെ y ആക്സിസിൽ വരേണ്ട വാല്യൂ ഏതാണ്? 400. അപ്പോൾ 400 നേരെ വരുന്ന രീതിയിൽ നമ്മൾ എന്ത് വരയ്ക്കുക? ട്രാവലിൻ്റെ വരയ്ക്കാം. ക്ലിയർ ആയോ? ഓക്കെ, ട്രാവലിൻ്റെ വരച്ചു. ഇനി നെക്സ്റ്റ് ഏതാണ്? എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷന് ചിലവായ എക്സ്പെൻസ് എത്രയാണ്? 700 ആണ്. അപ്പോൾ നമുക്കിനി എഡ്യൂക്കേഷൻ്റെ വരയ്ക്കാം. എഡ്യൂക്കേഷൻ എത്രയായിരുന്നു? 700 ആയിരുന്നു അല്ലേ? നമ്മുടെ y ആക്സിസിൽ എന്തില്ല? 700 ഇല്ല. പക്ഷേ ഏതിൻ്റെ ഇടയിലായിരിക്കും 700 വരാ? ഈ 600ൻ്റെയും 800ൻ്റെയും മിഡ് ലൈൻ അല്ലെ, മിഡ് പോയിന്റ് ആയിരിക്കും എന്ത്? 700 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എവിടെ വരയ്ക്കാം? 700. ഓക്കെ, അപ്പോൾ എഡ്യൂക്കേഷൻ്റെ ബാർഗ്രാഫ് വരച്ചു. ഇനി നെക്സ്റ്റ് ആണ് എന്ത്? മെഡിസിൻ എന്ന് പറയുന്നത്. മരുന്നുകൾക്ക് ചിലവായ എക്സ്പെൻസ് എത്രയാണ്? 600. എങ്ങനെ വരയ്ക്കാം? മെഡിസിൻ. എത്രയായിരുന്നു മെഡിസിൻ്റെ? 600. ഓക്കെ, 600 എവിടെയാണ്? ഇവിടെയാണ് 600 കിടക്കുന്നത്. 600. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് വൺ അതർ. അതായത് ഇതിലൊന്നും കൂടാതെ വേറെ കുറച്ച് കാര്യങ്ങൾക്കും എക്സ്പെൻസ് പോകുമല്ലോ. അത് എത്രയാണ്? 800 ആണ്. അപ്പോൾ 800 നമുക്ക് മാർക്ക് ചെയ്യാം. അതേഴ്സ് മാർക്ക് ചെയ്യാം. എത്രയായിരുന്നു? 800 ആയിരുന്നല്ലേ? ഇതാണ് 800 വരുന്നത്. ഇവിടെയാണ് 800. ഓക്കെ, അപ്പോൾ ഫുഡിൻ്റെ വരച്ചു, ഡ്രസ്സിൻ്റെ വരച്ചു, ട്രാവൽ വരച്ചു, എഡ്യൂക്കേഷൻ വരച്ചു, മെഡിസിൻ വരച്ചു, അതേഴ്സ് വരച്ചു. ഇതാണ് നമ്മുടെ ബാർഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് പോയത് എന്തിനാ? ഫുഡിനാണ്. ഫുഡിനായിട്ട് ചിലവാക്കിയ പൈസയാണ് ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത്. ഏറ്റവും കുറവ് എക്സ്പെൻസ് ആയിരിക്കുന്നത് എന്തിനാണ്? നമുക്കിത് നോക്കുമ്പോൾ മനസ്സിലാവും. ഏറ്റവും ഹൈറ്റ് കുറവ് ഏതിനാണ്? ഇതിനാണല്ലേ? എത്രയായിരുന്നു? 400. ഏതിനായിരുന്നു പോയിരുന്നത്? ട്രാവൽ. അപ്പോൾ ട്രാവലിന് അവർ ചിലവാക്കിയ എക്സ്പെൻസ് എങ്ങനെയാണ്? ഏറ്റവും കുറവാണ്. അപ്പോൾ എങ്ങനെയാണ് ബാർഗ്രാഫ് വരയ്ക്കുന്നത്? എങ്ങനെയാണ് അതിൽ നിന്ന് ഡാറ്റാസ് കളക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായോ? ക്ലിയർ ആയോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഓക്കെ, അപ്പോൾ നമ്മൾ ബാർഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കുന്നത് പഠിച്ചല്ലേ? വരയ്ക്കുന്ന കണക്കായതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു ബാർഗ്രാഫ് കൂടെ വരച്ച് നോക്കാം. എല്ലാവരും റെഡി അല്ലേ? എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ? ദ ടേബിൾ ഷോസ് ദ നമ്പർ ഓഫ് നോട്ട്ബുക്ക് സോൾഡ് അറ്റ് സ്കൂൾ സ്റ്റോർ ഡ്യൂറിങ് 6 months. അതായത് 6 മാസത്തെ ഒരു സ്കൂളിലെ സ്റ്റോറിൽ ചിലവായ ബുക്കുകളുടെ എണ്ണമാണ് എന്ത് കാണിച്ചിരിക്കുന്നത്? ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതനുസരിച്ചിട്ട് എന്ത് വരയ്ക്കണം? ഡ്രോ എ ബാർഗ്രാഫ് ഓഫ് ദിസ്. ഇതിൻ്റെ ബാർഗ്രാഫ് വരയ്ക്കണം. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? എങ്ങനെ വരയ്ക്കാം ബാർഗ്രാഫ്? ഓക്കെ, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ആദ്യം എന്താണ് വരയ്ക്കാറ്? എക്സ് ആക്സിസ് വരയ്ക്കും. നെക്സ്റ്റ് എന്ത് വരയ്ക്കും? വൈ ആക്സിസ് വരയ്ക്കും. ഇനി എന്താ ചെയ്യുന്നത്? നമ്മൾ വൈ ആക്സിസിൽ മാർക്ക് ചെയ്യും അല്ലേ? പോയിന്റ്സ് 0. ഇനി മാർക്ക് ചെയ്യേണ്ട പോയിന്റ്സ് ഏതൊക്കെയാണ്? ഇവിടെ വന്നിരിക്കുന്ന വാല്യൂസ് ഏതാ? 140, 130, 150, 160, 120, 150. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രത്യേകത എന്താ? 100നും 200നും ഇടയിലുള്ള നമ്പേഴ്സ് ആണല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ കൊടുക്കാം വാല്യൂസ്? എങ്ങനെ കൊടുക്കാം വാല്യൂസ്? 100, 110, 120, 130, 140, 150. ഓക്കെ, 160. നോക്കിക്കേ, ഏറ്റവും ടോപ്പ് വാല്യൂ വന്നിരിക്കുന്നത് 160 ആണ്. അപ്പോൾ നമ്മൾ 160 വരെയുള്ള വാല്യൂസ് കൊടുത്തു. ഇനി എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് എക്സ് ആക്സിസിലെ വാല്യൂസ് മാർക്ക് ചെയ്യണം അല്ലേ? എന്താ നമുക്ക് വരയ്ക്കേണ്ടത് എക്സ് ആക്സിസിൽ? ഓരോ മന്ത്സ് ആണല്ലേ? ഇവിടെ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ. ഇങ്ങനെ 6 മാസത്തെ
ഓരോ നോട്ട് ബുക്കിന്റെ എണ്ണമാണ് തന്നിരിക്കുന്നത്. 6 മാസം ചെലവായ നോട്ട് ബുക്കുകളുടെ എണ്ണമാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ വൈ ആക്സിസിൽ എന്ത് ചെയ്തു? നോട്ട് ബുക്കുകളുടെ എണ്ണം നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഓരോ മാസത്തെയും മാർക്ക് ചെയ്യാം. ആദ്യം നമുക്ക് ജൂണിലെ മാർക്ക് ചെയ്യാം. ജൂണിൽ എത്രയാണ്? 140 ആണല്ലേ. അപ്പൊ ജൂൺ നമുക്കിവിടെ എഴുതാം. ജൂണിലെ 140 ആയിരുന്നു. ഇവിടെ നോക്കിക്കേ, നമുക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടും അല്ലേ. 140 എവിടെയാണ് കിടക്കുന്നത്? വൈ ആക്സിസിൽ ഇവിടെയാണല്ലേ. അപ്പൊ 140 സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരയ്ക്കാം. 140 ക്ലിയർ ആയോ? അപ്പൊ ജൂൺ മാസത്തെ എക്സ്പെൻസ് നമ്മൾ വരച്ചു കഴിഞ്ഞു. ജൂൺ മാസം ചെലവായ നോട്ട് ബുക്കുകളുടെ എണ്ണം നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി ജൂലൈ മാസത്തെ എത്രയാണ്? 130 ആണല്ലേ. ജൂലൈ മാസത്തെ 130 ആണ്. അപ്പൊ നമുക്ക് ജൂലൈ മാസത്തെ മാർക്ക് ചെയ്യാം. ജൂലൈ നമുക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കാണാലോ, ഇവിടെ 130 വൈ ആക്സിസിൽ കിട്ടി. അപ്പൊ എവിടെയാണ് വരുന്നത്? 130 ഇവിടെയാണ് വരുന്നത്. 130 വരച്ചു. ഓക്കെ, അപ്പൊ ജൂലൈ മാസത്തെ ചെലവായ നോട്ട് ബുക്കുകളുടെ എണ്ണം 130 ആണ്. നമ്മൾ ബാർ ഗ്രാഫിൽ വരച്ചു. ഇനി നെക്സ്റ്റ് മന്ത് ഏതാണ്? ജൂലൈ കഴിഞ്ഞു. ഇനി നമ്മൾ ഓഗസ്റ്റ് ആണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഓഗസ്റ്റ് എഴുതാം. ഓഗസ്റ്റ് മാസം എത്ര നോട്ട് ബുക്കുകൾ ചെലവായി? 150 ആണല്ലേ. 150. അപ്പൊ നമുക്കിനി 150 വരയ്ക്കാം. ഓഗസ്റ്റിലെ 150 എന്ന് പറയുന്നത് എവിടെയാണ്? ഇവിടെയാണ് 150. ഓക്കെ, 150 വരച്ചു. നെക്സ്റ്റ് മന്ത് ഏതാണ്? സെപ്റ്റംബർ ആണ്. സെപ്റ്റംബർ മാസം എത്ര ബുക്കുകളാണ് ചെലവായത്? 160. ഏറ്റവും കൂടുതൽ ചെലവായത് ഏത് മാസം? അപ്പോ സെപ്റ്റംബർ മാസം ആണല്ലേ. 160 ഏറ്റവും ടോപ്പിലാണ്. 160. ഓക്കെ, സെപ്റ്റംബർ മാസം വരച്ചു. ഇനി നെക്സ്റ്റ് ഏതാണ്? സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 2 മാസം കൂടി ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ എക്സ് ആക്സിസിലെ ലൈൻ കഴിയാറായപ്പോ നമുക്ക് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം. ഓക്കെ, സെപ്റ്റംബർ കഴിഞ്ഞു. നെക്സ്റ്റ് ഒക്ടോബർ മാസം എത്ര ബുക്കുകളാണ് വിറ്റഴിഞ്ഞു പോയത്? 120 ആണല്ലേ. ഓക്കെ, 120 വരയ്ക്കാം. 120 എവിടെയാണ്? ഇവിടെയാണല്ലേ 120 എന്ന് പറയുന്നത്. അപ്പൊ 120. ഓക്കെ, അപ്പോൾ ഒക്ടോബർ മാസത്തെ വരച്ചു. ഇനി ലാസ്റ്റ് മാസത്തെ ഏതാണ്? നവംബർ മാസത്തെ എത്ര ബുക്കുകൾ ചെലവായി? 150 ബുക്കുകൾ അല്ലേ. അപ്പൊ ഇനി നമുക്ക് നവംബർ മാസത്തെ വരയ്ക്കാം. ഓക്കെ, നവംബർ മാസത്തെ എത്രയായിരുന്നു? നവംബർ മാസത്തെ വിറ്റഴിഞ്ഞ ബുക്കുകളുടെ എണ്ണം 150. 150 ആയിരുന്നല്ലേ. അപ്പൊ 150 എങ്ങനെ വരയ്ക്കാം? നോക്കിയേ, നമ്മുടെ വൈ ആക്സിസിൽ 150 എവിടെയാണ്? 150യുടെ നേരെ വരുന്ന രീതിയിൽ നമ്മൾ എന്ത് വരയ്ക്കുക? സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. നവംബർ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് വരച്ചു? ഇവിടെ ആ സ്കൂളിൽ ഓരോ മാസം 6 മാസം വിറ്റഴിഞ്ഞു പോയ ബുക്കുകളുടെ എണ്ണം നമ്മൾ എന്തായിട്ട് വരച്ചു? ബാർഗ്രാഫ് ആയിട്ട് വരച്ചല്ലേ. എൻ്റെ ഒപ്പം എല്ലാവരും വരച്ചില്ലേ? ഇവിടെ നോക്കിക്കേ, നമുക്ക് ബാർഗ്രാഫ് നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കാണാം. ഏറ്റവും കൂടുതൽ ഹൈറ്റ് ഉള്ളത് ഏതിനാണ്? സെപ്റ്റംബർ മാസം ചെലവായതാണല്ലേ. എത്ര ബുക്കുകൾ ചെലവായി സെപ്റ്റംബർ മാസത്തില്? 160. ഏറ്റവും കുറവ് കച്ചവടം നടന്നത്, ഏറ്റവും കുറവ് ബുക്കുകൾ ചെലവായത് ഏത് മാസമാണ്? നമുക്ക് ബാർഗ്രാഫ് നോക്കുമ്പോൾ അറിയാം, ഏറ്റവും ഹൈറ്റ് കുറവ് ആർക്കാണ്? ഈ ബാർ ഗ്രാഫിനാണല്ലേ, ഈ ബാറിനാണ്. അപ്പോൾ ഇത് ഏതാ മാസം? ഒക്ടോബർ മാസമാണ്. എത്രയാണ് ചെലവായത്? 120 ബുക്കുകളാണ്. ക്ലിയർ ആയോ എല്ലാവർക്കും? ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ബാർ ഗ്രാഫ് വരയ്ക്കാനാണ്. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? ദ ടേബിൾ ബിലോ ഷോസ് ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് അറ്റ് സൗമ്യാസ് ഹോം ഡ്യൂറിംഗ് ദ ലാസ്റ്റ് ഇയർ. അവസാന വർഷത്തിൽ സൗമ്യയുടെ വീട്ടിൽ ഉപയോഗിച്ച ഇലക്ട്രിസിറ്റിയുടെ യൂണിറ്റ് ആണ് തന്നിരിക്കുന്നത്. ജനുവരി, ഫെബ്രുവരി അങ്ങനെ 2 മാസം കൂടി വന്നിട്ടുള്ള യൂണിറ്റ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പം ജനുവരി, ഫെബ്രുവരിയും കൂടിയിട്ടുള്ള യൂണിറ്റ് ആണ് എന്ത് തന്നിരിക്കുന്നത്? 340 തന്നിരിക്കുന്നത്. അതേപോലെ തന്നെ മാർച്ച്, ഏപ്രിൽ 2 മാസം കൂടെ കൂടിയിട്ടാണ് എന്ത് വന്നിരിക്കുന്നത്? 440 വന്നിരിക്കുന്നത്. മെയ്യും ജൂണും കൂടിയിട്ടുള്ളതാണ് 410 വന്നിരിക്കുന്നത്. അതേപോലെ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ഇതേപോലെ നമുക്ക് ലാസ്റ്റ് ഇയറിൽ വന്നിരിക്കുന്ന കറണ്ടിന്റെ യൂണിറ്റ് ആണ് തന്നിരിക്കുന്നത്. നമുക്കിനി എന്താ വരയ്ക്കണ്ടേ? ബാർ ഗ്രാഫ് വരയ്ക്കണം അല്ലേ. അപ്പൊ എങ്ങനെ വരയ്ക്കാം ബാർ ഗ്രാഫ്? നോക്കാം. ഓക്കെ,
ഇവിടെ നോക്കിക്കേ വാല്യൂസ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ ഓൾറെഡി എക്സ് ആക്സിസും വൈ ആക്സിസിലെ വാല്യൂസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കേ, എക്സ് ആക്സിസ് വരച്ചു, എക്സും വൈയും കൂടി ജോയിൻ ചെയ്യുന്ന ആ ഒരു പോയിന്റിന് എന്ത് കൊടുത്തു? 0 വാല്യൂ കൊടുത്തു. ഇനി എവിടെ തുടങ്ങിയാണ് നമ്മുടെ വാല്യൂസ് തുടങ്ങിയിരിക്കുന്നത്? 260. അതെന്തുകൊണ്ടാണ് 260 തുടങ്ങിയത്? നോക്കിക്കേ, നമ്മുടെ വാല്യൂസ് നോക്കിയേ, 340, 440, 410, 290, 300, 320. നമ്മുടെ ഏറ്റവും സ്മോൾ വാല്യൂ ഏതാണ്? 290 ആണല്ലേ. ഏറ്റവും കൂടിയ വാല്യൂ എത്രയാണ്? 440. അപ്പൊ നമുക്ക് എവിടെ തുടങ്ങി വാല്യൂസ് കൊടുക്കാം എളുപ്പത്തിൽ? 260 തുടങ്ങി വാല്യൂസ് കൊടുക്കാം, നമുക്ക് എളുപ്പത്തിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അങ്ങനെ എന്ത് ചെയ്തു? 260, 280, 300 എത്ര കൂടി പോകുന്ന രീതിയിലാ? 20 കൂടി പോകുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു? വൈ ആക്സിസിൽ വാല്യൂസ് വരച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബാർ ഗ്രാഫ് വരച്ചുകൂടെ? അപ്പൊ നമുക്ക് ജനുവരി ഫെബ്രുവരി മാസത്തെ എത്രയാണ്? 340 വരയ്ക്കാം. എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ജനുവരിയും ഫെബ്രുവരി 2 മാസത്തെ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ ഷോർട്ടായിട്ട് ജാൻ ഫെബ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എത്രയാണ് ജനുവരി ഫെബ്രുവരി കൂടിയിട്ട്? 340 ആണല്ലേ. എങ്ങനെ വരയ്ക്കാം 340? നമുക്കറിയാം നമ്മുടെ വൈ ആക്സിസിലാണ് വാല്യൂസ് വരുന്നത്. 340 നമ്മുടെ വൈ ആക്സിസിൽ ഉണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 340ന് നേരെ ലൈൻ വരയ്ക്കാം അല്ലേ. എങ്ങനെ വരയ്ക്കാം? 340. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാർ ഗ്രാഫ് എങ്ങനെയാണ് വരുന്നത്? ഇങ്ങനെയാണ് നമ്മുടെ ബാർ ഗ്രാഫ് വരുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ജനുവരി മാസത്തെയും ഫെബ്രുവരി മാസത്തെയും കറണ്ടിന്റെ യൂണിറ്റ് എത്രയാണ്? 340. നെക്സ്റ്റ് ഇനി ഏതാണ്? മാർച്ചും ഏപ്രിലും കൂടിയിട്ട് എത്ര യൂണിറ്റ് കറണ്ട് ചെലവായിട്ടുണ്ട്? 440 ചെലവായിട്ടുണ്ട് അല്ലേ. അപ്പൊ എങ്ങനെ വരയ്ക്കാം? മാർച്ച് ഏപ്രിൽ എത്രയായിരുന്നു വാല്യൂ? 440. നമ്മുടെ ഏറ്റവും ടോപ്പ് വാല്യൂ ആണ് 440. എന്ത് ചെയ്യാം? 440ൽ നിന്ന് കറക്റ്റ് ആയിട്ട് ഈ ലൈനിൽ നിന്ന് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഓക്കെ, 440. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? മാർച്ചിലും ഏപ്രിലും ചെലവായ കറണ്ടിന്റെ യൂണിറ്റ് മാർക്ക് ചെയ്തു. നെക്സ്റ്റ് ഏതാണ്? മെയ് ജൂൺ മാസം എത്രയാണ്? 410 ആണല്ലേ. ഓക്കെ, അപ്പോ മെയ് ജൂൺ. ഓക്കെ, 410 ആണ്. ഇവിടെ നമുക്ക് 410 ഉണ്ടോ? ഇല്ല. 400ഉം 420 ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ 410 കണ്ടുപിടിക്കാം? അതായത് ഈ 400നും 420നും ഇടയിലല്ലേ എന്ത് വരാ? 410 വരുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ വരയ്ക്കാം? 410. ഇതിന്റെ മിഡ് പോയിന്റ് ആണ് 410 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ വരയ്ക്കാം? 410. ഓക്കെ, അങ്ങനെ നമ്മൾ മെയ് മാസത്തെയും ജൂൺ മാസത്തെയും കറണ്ടിന്റെ യൂണിറ്റ് വരച്ചു. ഇനി നെക്സ്റ്റ് ജൂലൈ ഓഗസ്റ്റ് ആണ്. ജൂലൈ ഓഗസ്റ്റ് 290 ആണ്. അപ്പൊ നമുക്ക് ജൂലൈ ഓഗസ്റ്റിൽ എഴുതാം. ജൂലൈ ഓഗസ്റ്റ് എത്രയായിരുന്നു ജൂലൈ ഓഗസ്റ്റ് മാസത്തെ? 290 ആണല്ലേ. എങ്ങനെ വരയ്ക്കാം 290? ഓക്കെ, ഇതിലെവിടെയാണ് 290 വരുന്നത്? 260 ഉണ്ട്, 280 ഉണ്ട്, 300 ഉണ്ട്. അപ്പൊ ഏതിന്റെ ഇടയിലായിരിക്കും നമ്മുടെ 290 എന്ന് പറയുന്ന വാല്യൂ വരുന്നത്? ഈ 280നും ഈ 300നും ഇടയിൽ വരുന്ന ഇതിന്റെ സെന്റർ പോയിന്റ് ആണ് എന്ത്? 290 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ വരയ്ക്കാം? 290 സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ നമുക്ക് എന്ത് വരയ്ക്കാം? ജൂലൈ മാസത്തെയും ഓഗസ്റ്റ് മാസത്തെയും വാല്യൂ വരയ്ക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് സെപ്റ്റംബർ ഒക്ടോബറിൽ എത്രയാണ്? 300. ഓക്കെ, സെപ്റ്റംബർ ഒക്ടോബർ എത്രയായിരുന്നു വാല്യൂ? 300 യൂണിറ്റ് ആയിരുന്നു അല്ലേ. 300 എവിടെയാണ് വന്നിരിക്കുന്നത്? നമ്മുടെ വൈ ആക്സിസിൽ ഉണ്ട് 300 അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം? 300 വരയ്ക്കാം. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ സെപ്റ്റംബറിലും ഒക്ടോബറിലും വന്നിരിക്കുന്ന ഇലക്ട്രിസിറ്റി യൂണിറ്റ് എത്രയാണ്? 300 ആണ്. ക്ലിയർ ആയോ? ഇനി ലാസ്റ്റ് മാസത്തെ എത്രയാണ്? നവംബർ ഡിസംബർ മാസം എത്രയാണ്? 320. ഓക്കെ, നവംബർ ഡിസംബർ എത്രയായിരുന്നു അളവ്? 320. നമുക്ക് 320 ഉണ്ട്. 320. ഓക്കെ, അപ്പൊ നവംബർ മാസത്തെയും ഡിസംബർ മാസത്തെയും നമ്മൾ വരച്ചു. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമ്മൾ ഒരു ഇയറിലെ
12 മാസത്തെയും കറണ്ടിന്റെ യൂണിറ്റ് വരച്ചു. എങ്ങനെയാണ്? ഓരോ ബാറിലും എത്ര മാസമുണ്ട്? 2 മാസമുണ്ട്. ജനുവരി, ഫെബ്രുവരി, അതിന്റെ 340, മാർച്ച്, ഏപ്രിൽ അങ്ങനെ വരച്ചിട്ടുണ്ട്. അപ്പൊ ഈ ബാർ ഗ്രാഫ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാലോ ഏറ്റവും കൂടുതൽ കറണ്ട് ചെലവായിരിക്കുന്ന ഏത് മാസമാ? ഏറ്റവും കൂടുതൽ ഹൈറ്റ് ഉള്ളത് ഏതിനാ? മാർച്ചും ഏപ്രിലും അല്ലേ? എത്ര യൂണിറ്റ് ചെലവായി? 440. ക്ലിയർ ആയോ എങ്ങനെയാ കണ്ടുപിടിക്കുന്നതെന്ന്? ഓക്കെ, ഇവിടെ നോക്കിക്കേ, മാർച്ച് ഏപ്രിൽ മാസമാണ് ഏറ്റവും കൂടുതൽ കറണ്ട് ചെലവായിരിക്കുന്നത്. എത്ര യൂണിറ്റ് കറണ്ട് ചെലവായി? 440 ആണ് ഏറ്റവും കൂടുതൽ ചെലവായിരിക്കുന്ന കറണ്ട്. ഇനി ഇതിൽ നിന്നും തന്നെ നമുക്ക് വേറെ കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ കണ്ടുപിടിക്കാം? ഏറ്റവും കുറവ് കറണ്ട് ചെലവായിരിക്കുന്ന മാസം ഏതാണെന്നല്ലേ? ഏറ്റവും കുറവ് ഏതാണ് ഇതില്? നോക്കുമ്പോൾ മനസ്സിലാവില്ല. ഏറ്റവും ഹൈറ്റ് കുറവ് ഏതാണ്? ജൂലൈ ഓഗസ്റ്റ് മാസമാണല്ലേ ഏറ്റവും കുറവ് കറണ്ട് ചെലവായിരിക്കുന്ന യൂണിറ്റ്. എത്രയാണ്? ജൂലൈ ഓഗസ്റ്റ്. എത്ര യൂണിറ്റ് കറണ്ടാണ് ചെലവായിരിക്കുന്നത്? 280ന്റെയും 300ന്റെയും സെന്റർ പോയിന്റ് ആണല്ലേ, അതായത് എത്രയാണ്? 290. അപ്പൊ ഏറ്റവും കൂടുതൽ ചെലവായതും ഏറ്റവും കുറവ് ചെലവായതും നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? അപ്പൊ എന്താണ് ബാർ ഗ്രാഫിന്റെ ഉപയോഗം എന്ന് മനസ്സിലായോ? ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പൊ ഇതേപോലെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കറണ്ടിന്റെ യൂണിറ്റ് കഴിഞ്ഞ വർഷത്തെ കാൽക്കുലേറ്റ് ചെയ്ത് എന്ത് വരയ്ക്കുക? ഒരു ബാർ ഗ്രാഫ് ഒന്ന് വരച്ചു നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എളുപ്പത്തിൽ ബാർ ഗ്രാഫ് വരയ്ക്കാനും എളുപ്പത്തിൽ ബാർ ഗ്രാഫിൽ നിന്ന് എങ്ങനെ ഡാറ്റാസ് കളക്ട് ചെയ്യാനും പഠിച്ചല്ലേ. ഇനി നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ. എന്താണ് നമ്മുടെ ചോദ്യം? The bar graph shows the percent of those who voted in some wards in a പഞ്ചായത്ത് election. അതായത് പഞ്ചായത്ത് ഇലക്ഷനിൽ വോട്ട് ചെയ്തിരിക്കുന്ന ആളുകളുടെ നമ്പറിന്റെ എണ്ണം എങ്ങനെ തന്നിരിക്കുന്നു? പെർസെൻറ്റേജ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. കറക്റ്റ് എണ്ണമല്ല എങ്ങനെ തന്നിരിക്കുന്ന പെർസെൻറ്റേജ്. അപ്പോൾ ഇവിടെ നമുക്ക് വുമൺ, മെൻ. വുമൺ എന്ന് പറയുന്നത് ഈ ബ്രൗൺ ലൈൻസ് ആയിട്ട് വരച്ചതും മെൻ എന്ന് പറയുന്നത് ഈ ഒരു രണ്ടാമത് കാണിച്ചിരിക്കുന്ന ബാറും ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ y ആക്സിസിൽ തന്നിരിക്കുന്നത് എന്താണ്? നമ്പർ ആണോ? അല്ല, നമുക്ക് എന്താ തന്നിരിക്കുന്നത്? പെർസെൻറ്റേജ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ വാർഡ് 1 എത്ര വുമൺസ്, എത്ര 80% ഓഫ് വുമൺ ആണ് എന്ത് വോട്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ എത്ര മെൻ വോട്ട് ചെയ്തിരിക്കുന്നു? 90% മെൻ ആണ് വോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു ഡാറ്റയും കൂടി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദ ടേബിൾ ഷോസ് ദ ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ്. നോക്കിക്കേ, വാർഡ് 1, 2, 3, 4, 5 5 വാർഡുകളിലെ ഡാറ്റാസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൽ നോക്കിക്കേ, ആദ്യത്തെ വുമൺസ് 570 ആണ് നമ്പർ. വുമൺസിന്റെ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 570. അതേപോലെ മെന്നിന്റെ നമ്പർ എത്രയാണ്? 620. എന്നിട്ട് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ടോട്ടലും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? കാൽക്കുലേറ്റ് ദ ആക്ച്വൽ നമ്പർ ഓഫ് മെൻ ആൻഡ് വുമൺസ് ഹു വോട്ടഡ് ഇൻ ഈച്ച് വാർഡ്. ഓരോ വാർഡിലും എത്ര ആൾക്കാർ, എത്ര മെന്നും എത്ര വുമണും വോട്ട് ചെയ്തു എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ അതിനായിട്ട് നമുക്ക് എന്താവശ്യമാണ്? ഒരു ടേബിൾ ആവശ്യമാണല്ലേ. ഇവിടെ നോക്കിക്കേ, ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു ടേബിൾ വരച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടേബിളിൽ എന്താണ്? വാർഡ് നമ്പർ ആണ് കൊടുത്തിരിക്കുന്നത്. വാർഡ് 1, 2, 3, 4, 5 5 വാർഡിന്റെ ഡാറ്റാസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 5 നമ്പർ കൊടുത്തു. അടുത്തതിൽ എന്താണ്? വുമൺസിന്റെ മാത്രം ഡാറ്റ ഒരെണ്ണത്തിൽ കൊടുത്തേക്കാം. ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ടോട്ടൽ. ഈ ടോട്ടൽ എന്ന് പറയുന്നത് നമുക്കിവിടെ തന്നിട്ടില്ലേ? നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ടോട്ടൽ എന്ന് പറയുന്ന നമ്പർ. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് 570. ഈ ഒരു വാല്യൂസ് 570, 840, 760, 900, 740 ആ ഒരു വാല്യൂസ് ആണ് നമ്മൾ ടോട്ടൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് എഴുതണം? പെർസെൻറ്റേജ് ആണ് നമുക്ക് ബാർ ഗ്രാഫിൽ തന്നിരിക്കുന്നത്. അപ്പൊ ബാർ ഗ്രാഫ് നോക്കിയിട്ട് ഇനി നമ്മൾ എന്ത് എഴുതണം? പെർസെൻറ്റേജ് എഴുതണം. ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് വാർഡ് 1 പെർസെൻറ്റേജ് എന്ന് പറയുന്നത് വുമന്റെ പെർസെൻറ്റേജ് എത്രയായിരുന്നു? 80. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? വാല്യൂസ് എഴുതാം. എത്രയാ? 80 ആയിരുന്നു ഫസ്റ്റത്തേല് വാർഡ് 1 എന്ന് പറയുന്നത്. വാർഡ് 2 വുമൻസിന്റെ എത്രയാണ്? 90. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 90 എഴുതാം. വാർഡ് 3 എത്രയായിരുന്നു വുമൻസിന്റെ എണ്ണം? എത്രയായിരുന്നു? 70 ആണ്. അപ്പൊ നമുക്കിവിടെ എന്ത് എഴുതാം? 70. ഇതൊക്കെ എന്താണ്? പെർസെൻറ്റേജ് ആണ്. നമ്മളിനി നമ്പർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സാക്ട് നമ്പർ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ പെർസെൻറ്റേജ് എഴുതാം. ഇനി 4th വാർഡിൽ, 4ാമത്തെ വാർഡിൽ എത്രയാ? 90 ആണ്. 5ാമത്തേലും എത്ര തന്നെയാണ്? 90 തന്നെയാണ്. 4ാം വാർഡിലും 5ാം വാർഡിലും പെർസെൻറ്റേജ് എങ്ങനെയാ? സെയിം ആണ്. അപ്പോൾ 90, 90. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എക്സാക്ട് നമ്പർ കണ്ടുപിടിക്കണം അല്ലേ? എത്ര പേര് വോട്ട് ചെയ്തു എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം?
എങ്ങനെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം? നമുക്ക് പെർസെൻറ്റേജ് അറിയാം, അതേപോലെ ടോട്ടലും അറിയാം. എക്സാക്ട് നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? ഈ ടോട്ടൽ നമ്പർ ഇൻറ്റു എന്ത് ചെയ്യാം? പെർസെൻറ്റേജ് തന്നിട്ടുണ്ടല്ലേ. നമ്മൾ എന്താണ് പെർസെൻറ്റേജ്? ടോട്ടൽ പെർസെൻറ്റേജ് എന്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക? 100 അല്ലേ, 100ൽ എത്ര എന്നാണ് നമ്മൾ പെർസെൻറ്റേജ് കണക്കാക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 80/100 എഴുതിക്കൂടെ? അപ്പം എന്ത് എഴുതി? ടോട്ടൽ 570 ഇൻറ്റു 80/100 പെർസെൻറ്റേജ് ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ കണ്ടുപിടിക്കുന്നത്. ഇനി ഇത് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാം? ഇവിടെ ഒരു 0 കട്ട് ചെയ്ത് കളയാം, ഇവിടെ ഒരു 0 കട്ട് ചെയ്ത് കളയാം, ഈ ഒരു 0 കട്ട് ചെയ്ത് കളയാം, ഈ ഒരു 0 കട്ട് ചെയ്ത് കളയാം. അവസാനം എന്ത് വന്നു? 57 ഇൻറ്റു 8. എന്താണ് 57 ഇൻറ്റു 8 എന്ന് പറയുന്നത്? 456. കിട്ടിയോ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 56 ഇൻറ്റു 8 എന്ന് പറയുന്നത് 456. ഇതേപോലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എക്സാക്ട് നമ്പർ. അതായത് ആദ്യത്തെ വാർഡിൽ 456 പേരാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് രണ്ടാമത്തെ വാർഡിലെ കണ്ടുപിടിക്കുകയാണ്. 840 ഇൻറ്റു അവിടെ പെർസെൻറ്റേജ് എത്രയാണ്? 90 ആണല്ലേ. 90/100. നേരത്തെ ചെയ്ത പോലെ ചെയ്യാൻ നമുക്ക് എളുപ്പത്തിൽ നമ്മൾ എന്ത് ചെയ്തു? സീറോസ് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ എന്ത് വരും? 84ഉം 9ഉം ആണ് വരുന്നത്. 84 ഇൻറ്റു 9 എന്ന് പറയുന്നത് എത്രയാണ്? 84 ഇൻറ്റു 9 ഈക്വൽ ടു 756. 756 ആണ് അവിടെ വരുന്നത്. നെക്സ്റ്റ് മൂന്നാം വാർഡിൽ 760 ആണ് ടോട്ടൽ ഇൻറ്റു നമുക്ക് തന്നിരിക്കുന്ന പെർസെൻറ്റേജ് എത്രയാണ്? 70. 70/100 എത്ര വരും? ആൻസർ 532. ഇതേപോലെ നമ്മൾ ബാക്കി ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും വാല്യൂസ്? വാർഡ് 4ൽ എത്ര വരും? 810 വരും. വാർഡ് 5ൽ എത്ര വരും? 666 വരും. ക്ലിയർ ആയോ? എങ്ങനെയാണ് വുമൻസിൻ്റെ നമ്പർ കിട്ടിയെന്ന് മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു ഡാറ്റ എന്ന് പറയുന്നത്. നമുക്ക് എന്താ തന്നിട്ടുണ്ടായിരുന്നു? ഒരു വാർഡിലെ ടോട്ടൽ തന്നിട്ടുണ്ടായിരുന്നു, അതിൽ വുമൻ്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ടായിരുന്നു. ഈ ടോട്ടൽ എന്ന് പറയുന്നതും വുമൻ്റെ പെർസെൻറ്റേജുമാണ് നമുക്ക് തന്നിരിക്കുന്ന അളവ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എക്സാക്ട് നമ്പർ കണ്ടുപിടിക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ടോട്ടൽ നമ്പർ ഇൻറ്റു പെർസെൻറ്റേജ്. എത്രയിലാണ് പെർസെൻറ്റേജ് നമ്മൾ നോക്കുക? 100ൽ. അപ്പം 100ൽ 80% ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ എക്സാക്ട് നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തു? 570 ഇൻറ്റു 80/100. എത്ര കിട്ടിയ ആൻസർ? 456. അങ്ങനെ 5 വാർഡിലെയും നമ്മൾ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. ഇതേപോലെ തന്നെ നമുക്ക് എന്തും ചെയ്യാം, മെന്നിൻ്റെയും ചെയ്യാലോ. നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ബാർ ഗ്രാഫ് ആയിരുന്നേ. അപ്പോൾ നമുക്ക് വാർഡ് 1ലെയും 2ലെയും 3ലെയും 4ലെയും 5ലെയും എന്ത് എഴുതാം? മെന്നിൻ്റെ എന്ത് എഴുതണം? പെർസെൻറ്റേജ് എഴുതണം അല്ലേ. ഓക്കെ, എങ്ങനെ എഴുതാം പെർസെൻറ്റേജ്? ഓക്കെ, ഫസ്റ്റ് വാർഡ് 1ലെ പെർസെൻറ്റേജ് എത്രയാണ്? 90. അപ്പം എന്ത് എഴുതാം? 90. രണ്ടാമത്തെ വാർഡിൽ എത്രയാണ്? നോക്കിക്കേ, എത്രയാണ്? 80 ആണല്ലേ. 80. മൂന്നാമത്തെ വാർഡിൽ എത്രയാണ്? ഇവിടെ നോക്കിക്കേ, ഇതാണ് മൂന്നാമത്തെ വാർഡ്. മൂന്നാമത്തെ വാർഡിൽ എത്രയാണ്? 80 തന്നെയാണല്ലേ. നാലാമത്തെ വാർഡിൽ എത്രയാണ്? 81. അഞ്ചാമത്തെ 82 അല്ലേ. ഇനി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതേപോലെ നമ്പർ വോട്ടഡും നമുക്ക് ലാസ്റ്റ് ടേബിൾ എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. നിങ്ങൾ ഒറ്റയ്ക്ക് അതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് മെന്നിൻ്റെയും വുമൻ്റെയും കേസിൽ ഇതിൽ വന്നിരിക്കുന്നത്? എങ്ങനെയാണ്? ഡബിൾ ബാർ ഗ്രാഫ് ആണല്ലേ. 2 ബാർസ് ഉണ്ട് ഒരു കേസിൽ. വാർഡ് 1ൽ മെന്നും വുമണും വന്നിട്ടുണ്ട്. ക്ലിയർ ആയോ? കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും നമ്മളൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണിത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പ്രോബ്ലം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ 6ാം ക്ലാസ്സിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററും കംപ്ലീറ്റ് ചെയ്തല്ലേ. വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് നോക്കി അല്ലേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഈ ചാപ്റ്റർ? എന്തെല്ലാമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്? നമ്മൾ ബാർ ഗ്രാഫ് എന്താണെന്ന് പഠിച്ചല്ലേ. എങ്ങനെ ബാർ ഗ്രാഫിൽ നിന്നും ഡാറ്റാസ് കളക്ട് ചെയ്യാം, എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം, എങ്ങനെ ഒരു ബാർ ഗ്രാഫ് വരയ്ക്കാം എന്നൊക്കെ പഠിച്ചല്ലേ. പിന്നെ എന്താണ് പുതിയൊരു കാര്യം പഠിച്ചത്? എന്താണ് ഡബിൾ ബാർ ഗ്രാഫ് എന്ന് പഠിച്ചല്ലേ. ഓക്കെ, വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു. എല്ലാവർക്കും ഈ ചാപ്റ്റർ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. മിസ് എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മിസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് കൂടാതെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സാം പോയിന്റ് എന്ന് പറയുന്ന ബുക്കിലുണ്ട്. അപ്പോൾ ആ ബുക്ക് ഉപയോഗിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എക്സാമിന് നല്ലൊരു സ്കോർ കരസ്ഥമാക്കാൻ തീർച്ചയായും സഹായിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്